ഏറ്റവും ഗുണകരമായ ശീലം എന്താണ് എന്ന് ചോദിച്ചാൽ വായന എന്ന ഉത്തരം മാത്രമാണ് നമുക്ക് നൽകാൻ സാധിക്കുക. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ അവസാനമായി നിങ്ങൾ വായിച്ച പുസ്തകമോ ലേഖനമോ ഏതാണ്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി പറയാൻ സാധിക്കുന്ന എത്ര പേര് നമ്മുടെ കൂടെയുണ്ട്? മലയാളിയുടെ വായനാശീലം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്ഥാനത്ത് മറ്റു പലതും കടന്നു വന്നു കഴിഞ്ഞു. ടോണി ജെന്നിഫറിൻ്റെ ഹൗ മെനി ലൈറ്റ് ബൾബ്സ് ഇറ്റ് ടേക്സ് ടു ചേഞ്ച് എ പ്ലാനറ്റ്, അതേപോലെ സ്റ്റീവ് ബിലൗഫിൻ്റെ സ്റ്റോറീസ് ഓഫ് മാൻഹുഡ്, ഈ രണ്ട് പുസ്തകങ്ങളാണ് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായം ചെല്ലുമ്പോൾ നമ്മിൽ പലർക്കും വന്നു ചേരാൻ സാധ്യതയുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആൽസൈമേഴ്സ്, ഡിമെൻഷ്യ പോലുള്ള തലച്ചോറും നെർവ്സും അതുപോലെ മനസ്സും ശരീരവും ഒക്കെയുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് പ്രതിരോധം നേടാൻ വായന നമ്മെ സഹായിക്കും എന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്, അല്ലെങ്കിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടും എന്ന ആപ്തവാക്യം ഏറ്റവും കൂടുതൽ അന്വർത്ഥമായി വരുന്നത് വായനയുടെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ കാര്യത്തിലാണ്. തലച്ചോറിനെ പരിപോഷിപ്പിക്കാനും അതിനെ വേണ്ട രീതിയിൽ പ്രവർത്തന സജ്ജമായി നിലനിർത്താനും വായനയെപ്പോലെ മറ്റൊന്നും തന്നെയില്ല. റീഡിംഗ് ഈസ് ടു മൈൻഡ് വാട്ട് എക്സസൈസ് ഈസ് ടു ബോഡി. ശരീരത്തിന് വ്യായാമം എത്രമാത്രം പ്രധാനമാണോ അതുപോലെയാണ് മനസ്സിന് അല്ലെങ്കിൽ തലച്ചോറിന് വായന എന്നാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായും മാനസിക പിരിമുറുക്കം, ടെൻഷൻസ്, സ്ട്രെസ്സസ്, ഇതാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളുടെയും ഇന്നത്തെ പ്രശ്നം. എല്ലാം താറുമാറാക്കുന്ന സ്ട്രെസ്സിൽ നിന്നുള്ള മോചനം വായനയിലൂടെ സാധ്യമാകും എന്ന് നമ്മിൽ എത്ര പേർക്കറിയാം? മദ്യം, മയക്കുമരുന്ന്, പുകവലി പോലുള്ള ശീലങ്ങളിൽ മനുഷ്യൻ ചെന്ന് പെടുന്നത് തങ്ങളുടെ സ്ട്രെസ്സിൽ നിന്നും മാനസിക പിരിമുറുക്കത്തിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും മോചനം നേടാൻ കഴിയുമെന്ന മിഥ്യാധാരണയിലൂടെയാണ്. എന്നാൽ ഒരു നല്ല കഥ, അല്ലെങ്കിൽ ഒരു നല്ല ലേഖനം, അല്ലെങ്കിൽ ഒരു നല്ല പുസ്തകം, അത് നിങ്ങളുടെ പിരിമുറുക്കങ്ങളുടെ ഭൂമികയിൽ നിന്ന് ഭാവനയുടെയും അറിവിൻ്റെയും മറ്റൊരു ലോകത്തേക്ക് നമ്മെ പ്രയാണം ചെയ്യിപ്പിക്കും. അങ്ങ് മേലെ മേഘങ്ങളോടൊപ്പം സഞ്ചരിക്കാനും പാറിപ്പറക്കാനും നമുക്ക് സാധിക്കും. ഇത്രയധികം ഗുണം നൽകുന്ന ഉപകാരപ്രദമായ വായന നാം എന്തിന് നിർത്തിക്കളയണം? നാം വായിക്കുന്നതെന്തും, അല്ലെങ്കിൽ അതിൽ നല്ലൊരു ഭാഗം നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ തലയിൽ ഇടം പിടിക്കും എന്നത് തീർച്ചയാണ്. ജീവിത വീഥിയിൽ പലപ്പോഴും നാം വായിച്ചറിഞ്ഞ സത്യങ്ങൾ നമുക്ക് സഹായമായി എത്തും എന്നതിൽ സംശയമില്ല. വായന അറിവാണ്. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും, വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് ചെറുപ്പത്തിലെ ചൊല്ലിപ്പടിച്ച മലയാളിക്ക് വായനയുടെ ലോകത്ത് എന്തുകൊണ്ടാണ് ഇന്നീ അപജയം സംഭവിച്ചിരിക്കുന്നത് എന്ന് സത്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും നല്ല ഒരു നേരം പോക്കാണ് വായന. വായനയിലൂടെ നമ്മുടെ ഭാഷ നന്നാകും. കൂടുതൽ വാക്കുകളും നല്ല നല്ല പ്രയോഗങ്ങളും നമുക്ക് സ്വായത്തമാകും. നമ്മൾ ശ്രദ്ധിക്കപ്പെടും. പല ഇടങ്ങളിൽ വെച്ചും പല സന്ദർഭങ്ങളിൽ വെച്ചും മാനക്കേടാവുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ
വായനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ വായനയോട് വിമുഖത കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ടി വിയുടെയും മൂവിയുടെയും അതുപോലെ ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, മറ്റ് സോഷ്യൽ മീഡിയകൾ, ഇതെല്ലാം തന്നെ വ്യാപൃതരാകുന്ന നമുക്ക് കാര്യമായി വായനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. നാം വായിക്കുന്നത് അധികവും കഴിയുമെങ്കിൽ നമ്മുടെ മാതൃഭാഷയിലാവട്ടെ, അങ്ങനെ അല്ലെങ്കിൽ മറ്റു ഭാഷകളും ലോക ഭാഷകളായ മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ മറ്റു പല ഭാഷകളിലും ഒരുപാട് നല്ല കൃതികൾ, നല്ല പുസ്തകങ്ങൾ ലഭ്യമാണ്. നാം വായിക്കാത്ത പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റും, നമ്മുടെ ഉയർച്ചയ്ക്ക് നിദാനമാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വായനയ്ക്ക് വേണ്ടി ഈ കൊച്ചു ക്ലിപ്പ് സമർപ്പിക്കുന്നു.